തൃശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകർ കണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാന വീട്ടുമുറ്റത്ത് കിടന്ന കാർ തകർത്തു. വെറ്റിലപ്പാറ പരിസരത്താണ് കാട്ടാന ഇറങ്ങിയത്. കാട്ടാന കാറിന്റെ പുറകുവശത്തെ ചില്ല് തകർക്കുകയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, അതിരപ്പള്ളിയിലാണ് കാട്ടാന വീട്ടുമുറ്റത്ത് കിടന്ന കാർ തകർക്കുന്നത്. ഈ ജനവാസ മേഖലയിലടക്കം കാട്ടാന എത്തുന്ന സാഹചര്യം നിരന്തരം തൃശൂർ അതിനോടനുബന്ധിച്ചുള്ള പരിസരങ്ങളിലെല്ലാം തന്നെ നേരത്തെയുമുണ്ട്. അതിരപ്പള്ളിയിലടക്കം തന്നെ നേരത്തെയും കാട്ടാന ആക്രമണങ്ങൾ സംഭവിച്ചതാണ്. ഏറ്റവും ഒടുവിലായി വീട്ടുമുറ്റത്ത് കിടന്ന കാർ തകർത്തു. ഇതിൽ മറ്റാർക്കെങ്കിലും പരിക്കുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? ഇത്തരത്തിൽ പറമ്പിൽ വരെ കാട്ടാന എത്തിയത്. വെറ്റിലപ്പാറ വട്ടപ്പറമ്പിൽ ഷാജിയുടെ കാറാണ് ഇത്തരത്തിൽ ആന തകർത്തത്. വീട്ടുമുറ്റത്ത് കാറ് പാർക്ക് ചെയ്ത് കിടക്കുകയായിരുന്നു. ഈ സമയത്ത് പുലർച്ചെയാണ് കാട്ടാന എത്തിയ ശബ്ദം ഷാജിയൊക്കെ കേട്ടത്. ഇതിനിടയിൽ കാട്ടാനയെ ഓടിക്കാനുള്ള ഒരു ശ്രമം നടത്തി. കാട്ടാനയെ ഓടിക്കുന്നതിനിടെ ആന ഓടിപ്പോവുകയായിരുന്നു. ഈ കാറിന് സമയത്ത് പോകുന്ന വഴിക്കാണ് ഇത്തരത്തിൽ കാറിന്റെ പുറവശത്തെ ചില്ലുൾപ്പെടെ തകർത്ത് വീണ്ടും അങ്ങോട്ട് ഓടിപ്പോവുകയായിരുന്നു. എന്തായാലും ആനയെ തുരത്താനായി, പക്ഷേ കാറിന്റെ പുറകുവശം തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു. മറ്റു ആളപായം ഒന്നും ഉണ്ടായില്ല. നമുക്കറിയാം, ഈ മേഖലയിൽ അതിരപ്പള്ളി മേഖലയിൽ കഴിഞ്ഞ ഒരു മാസം മുൻപ് അതിരപ്പള്ളിയിലും മലക്കപ്പാറയുമായി കാട്ടാന ആക്രമണത്തിൽ 3 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. മലക്കപ്പാറയിൽ വനത്തിനുള്ളിൽ തേൻ ശേഖരിക്കാൻ പോയ അടിച്ചിത്തൊട്ടി ഉന്നതിയിലെ പ്രഭാഷിത് എന്ന യുവാവും, അതുപോലെ വഞ്ചിക്കടവിൽ വനവിഭവം ശേഖരിക്കാൻ പോയി കുടിൽ കെട്ടി പറക്കുകയായിരുന്ന സതീഷ്, അംബിക, 2 പേരും മരണത്തിന് 3 പേരാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഇവിടെ മരണപ്പെട്ടത്. വലിയ രീതിയിലുള്ള കാട്ടാന ആക്രമണവും ശല്യവും ഒക്കെ ഉള്ള, പുലിയുടെ ഒക്കെ ശല്യമുള്ള ഒരു പ്രദേശമാണ് ഈ അതിരപ്പള്ളി മലക്കപ്പാറ എന്ന് പറയുന്ന പ്രദേശമൊക്കെ. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീടിന് സമീപത്ത് വരെ കാട്ടാന എത്തിയത്. തുരത്തുന്നതിനിടയിൽ കാറിന്റെ പുറകുവശം തകർക്കുന്ന ഒരു അവസ്ഥയിലേക്കും എത്തിയത്. ശരി, തൃശൂർ അതിരപ്പള്ളിയിലാണ് കാട്ടാന വീട്ടുമുറ്റത്ത് കിടന്ന കാർ തകർത്തത്. വെറ്റിലപ്പാറ പരിസരത്താണ് കാട്ടാന ഇറങ്ങിയത്. അനീഷ്, അതോടൊപ്പം തന്നെ കാട്ടാനയെ കാട് കടത്തിയോ? തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാന വീട്ടുമുറ്റത്ത് കിടന്ന കാർ തകർത്തു. വെറ്റിലപ്പാറ പരിസരത്താണ് കാട്ടാന ഇറങ്ങിയത്. കാട്ടാന കാറിന്റെ പിറകുവശത്തെ ചില്ല് തകർത്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി. മലക്കപ്പാറയിൽ തമിഴ്നാട് ചെക്ക് പോസ്റ്റിന് സമീപം കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. 75 വയസ്സുള്ള മേരിയാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ഉണ്ട്.